ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ അധിക്ഷേപം നടത്തിയ ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ കാഞ്ഞങ്ങാട് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ മരണവാർത്തയ്ക്ക് താഴെയാണ് ഇയാൾ വളരെ അശ്ലീല ചൊവ്വയോടുകൂടി കമൻ്റ് ഇട്ടത്. എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു. അയാളെ റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. കൂടാതെ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ അനഘ. അതായത് ഈ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടുള്ള പവിത്രനെതിരെ കാഞ്ഞങ്ങാട് പോലീസാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ ജാതീയമായി അധിക്ഷേപിച്ചു, സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് പോലീസ് ഇപ്പോൾ ഈ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടുള്ള പവിത്രനെതിരെ കേസെടുത്തത്. മാത്രമല്ല, നിലവിൽ ഈ തഹസിൽദാർ ഉള്ളത് വെള്ളരിക്കുണ്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അവിടെ നിന്ന് ഇപ്പൊ അല്പസമയത്തിനകം കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യുക. മാത്രമല്ല, ഈ NSSന്റെ ഈ കാഞ്ഞങ്ങാട് പ്രവർത്തകനായിട്ടുള്ള NSSന്റെ കാഞ്ഞങ്ങാട് താലൂക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ഈ പ്രഭാകരൻ കാരിശ്ശേരിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഡെപ്യൂട്ടി തഹസിൽദാർ ഇട്ടിരിക്കുന്ന കമന്റ് അടക്കം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വിശദമായി പരാതി ഈ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. അതിനുശേഷം ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടുള്ള പവിത്രനെതിരെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ജാതി അധിക്ഷേപം നടത്തി എന്നതടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഇത്തരത്തിലൊരു കമന്റ് ഇട്ടതിന് പിന്നാലെ അത് വലിയ വിഷയമാവുകയും ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തതിന് പിന്നാലെ റവന്യൂ വകുപ്പ് ഈ ഡെപ്യൂട്ടി തഹസിൽദാരെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഈ ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നു, അതായത് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ്, അതായത് ഈ വിമാനാപകടത്തിൽ മരിച്ചിരിക്കുന്ന രഞ്ജിതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടാണ് അശ്ലീല ചെവിയോടെ, അതായത് രഞ്ജിതയും കുടുംബത്തെയും ഒന്നടങ്കം ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടുള്ള ഈ പവിത്രൻ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അത് വലിയ ചർച്ചയാവുകയും വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ തഹസിൽദാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്. ആദ്യം ആ ഇരിക്കുന്ന തഹസിൽദാർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഉത്തരവിറക്കി. അതിനുശേഷം ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. വിനോദ്, ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ അധിക്ഷേപം നടത്തിയ ഡെപ്യൂട്ടി തഹസിൽദാരാണ് ഇപ്പോൾ സസ്പെൻഷനിലായത്, പിന്നീട് കസ്റ്റഡിയിലായിട്ടുള്ളതും. പോലീസ് കേസെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ.